കാലം കെട്ടുപോയി കോലം കെട്ടുപോയി ഭാഗ്യരേഖ തേഞ്ഞു മാഞ്ഞു പോയി. ബിജുവേട്ടൻ ഇങ്ങനെ വയറിങ്ങനെ ഉമ്മ വെക്കാൻ വരുമ്പോ എപ്പോഴും അവള് ശ്രീനെ നോക്കും. ഇങ്ങനെയായിരുന്നോ നിങ്ങളെ കാണാൻ? ആലോചിച്ച് നോക്കി എന്ത് ചെയ്ഞ്ഞ് എന്റെ വീട്ടിൽ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ എന്റെ കഞ്ഞിയെങ്കിലും റാഗിംഗ് ഒന്നും ഇല്ലായിരുന്നു. റാഗിങ്ങോ ഇതെന്ത് അതിനൊരു സമയമേ ഓ, അബ്ദിയാ. സ്റ്റേറ്റ് അവാർഡ് വാങ്ങാൻ വേണ്ടി ഇരിക്കാണ്. അപ്പൊ രഞ്ജിത്തേട്ടൻ ഉണ്ട്, മമ്മൂക്ക ഉണ്ട്, എല്ലാവരും ഉണ്ട്. പിന്നെ ഫിൽഫെയർ കിട്ടുവോ? മഴയത്ത് ഇടിമിന്നലില് റൂമിലെ എല്ലാ സാധനങ്ങളും അടിച്ചു. അത് ഈ പാട്ട് എഴുതി കൊണ്ടല്ല, ഇടിമിന്നൽ കൊണ്ടാണ്. അത് അധികം ആൾക്കാർക്ക് അറിഞ്ഞൂടാത്തൊരു കാര്യം. എന്ത്? ലൈറ്റ്സ് ക്യാമറ ടോക്കിൽ ഇന്ന് ടീം ജങ്കാറാണ്. അപ്പൊ ഓരോരുത്തരായിട്ട് ഞാൻ വെൽക്കം ചെയ്യാണ്. ശബരി ശർമ്മ, ശ്വേത മേനൻ, ശരത് അപ്പാനി ആൻഡ് നവ്നീത്. വെൽക്കം ടു ലൈറ്റ്സ് ക്യാമറ ടോക്ക്. ഫ്രഷേഴ്സിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യട്ടെ. ബീയിങ് എ ഫ്രഷർ, ഹൗ വാസ് ഇറ്റ് ഇവരുടെ ഒക്കെ കൂടെ? അല്ല, അങ്ങനെ ഒരു ഫീലിംഗ് എനിക്ക് ഇവര് തന്നിട്ടില്ല. അതാണ് സത്യം പറഞ്ഞാല്. റാഗിംഗ് ഒന്നും ഇല്ലായിരുന്നു. ഒരിക്കലും ഇല്ല. റാഗിങ്ങോ ഇതെന്ത് അതിനൊരു സമയമേ ഓ, അബ്ദിയാ. ഇവിടെ സീൻ അഭിനയിച്ചിട്ട് വീട്ടിൽ പോവാന്നല്ലാണ്ട് റാഗ് ചെയ്യാനോ? അല്ല, യൂഷ്വലി അങ്ങനെയൊക്കെ പറയുമല്ലോ, ഇവര് ഭയങ്കര റാഗിങ് ആയിരുന്നു എന്നൊക്കെ. ഇല്ല, ഫസ്റ്റ് ഡേ ഷൂട്ട് തന്നെ എനിക്ക് ശരത്തേട്ടനും പിന്നെ ശബരി ചേട്ടന്റെ കൂടെയായിരുന്നു. ഫസ്റ്റ് ദിവസം തന്നെ fight ആയിരുന്നു. അതെ അതെ. അതുകൊണ്ട് How did the cinema come to you? അത് ഓഡിഷൻ വഴി അങ്ങനെ മനോജ് സാറ് നേരത്തെ പരിചയം ഉണ്ടായിരുന്നു. അപ്പൊ പുള്ളി അങ്ങനെ ഒരു പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഓഡിഷന് വരാൻ പറഞ്ഞു. അങ്ങനെ ഇത് ബേസിക്കലി ഇങ്ങനെ സൗണ്ട് കുറച്ച് എന്താ പറയാ, സോഫ്റ്റ് സ്പോക്കൺ ആണോ, ജാടയാ? വെറും ജാടയിട്ട് ഭാവിയിലെ താരമായി ഇങ്ങനെ അങ്ങനെ ഇരിക്കുന്നതാണോ? അതുകൊണ്ടല്ല. ഇങ്ങനെ തന്നെയാണോ? ഓക്കെ. സാധാരണ നമ്മളൊരു സിനിമയുടെ സാധാരണ നമ്മളൊരു സിനിമയുടെ ടീസർ ഒക്കെ കണ്ടാൽ നമുക്ക് എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടും, ഈ സിനിമയിൽ എന്താ സംഭവിക്കുന്നത്, ഇത് ഏത് ജോണർ സിനിമയാണ് എന്ന്. ഇതൊന്നും കിട്ടിയില്ലായിരുന്നു. ആണോ? എനിക്കും അല്ല, അങ്ങനെയാണോ? അല്ല, ടീച്ചർ കണ്ടപ്പോ എനിക്കും എന്താ ഉദ്ദേശിച്ചെന്നുള്ളത് മനസ്സിലായില്ല. പക്ഷെ കഥ നമുക്ക് മനസ്സിലാവാൻ പാടില്ലല്ലോ. ആ അല്ല, എന്നാലും നമുക്കിപ്പോ ഇത് എന്തായിരിക്കും എന്നൊരു ഔട്ട്ലൈനിങ് എന്തെങ്കിലും കിട്ടുമല്ലോ. അങ്ങനെ ഒന്നും കിട്ടിയില്ല. അപ്പൊ നിങ്ങൾ തന്നെ പറഞ്ഞു തരേണ്ടി വരും. എന്തെങ്കിലും ചോദിച്ചെന്നെ കിട്ടിയോ? എന്ത് എന്ത് ഇതെന്ത് ഇതെന്ത് ഇതെന്തത്? അത് നിങ്ങൾക്ക് ആർക്കും ഒരു സമാധാനമില്ല, ഒരു ചിരിയില്ല, ഒന്നുമില്ല. എല്ലാരും ഭയങ്കര ടെൻഷനാണ്. അത് ലാസ്റ്റ് അത് ആ ചിരിനെ നമ്മൾ നോർമൽ ചിരി എന്ന് പറയില്ല. ദാറ്റ് ഈസ് സം കൈൻഡ് ഓഫ് ഒരു സൈക്കോ ചിരി. അതെ, ഈവിൾ ചിരി. അതിനെ നമുക്കൊരു അതൊരു ഉത്തരമായല്ലോ. അങ്ങനെ അറിയാൻ പറ്റില്ല. മിനിമം എന്റെ ക്യാരക്ടറിന്റെ ഉത്തരം കിട്ടിയില്ലേ? അത് കിട്ടി. അതുകൊണ്ട് ഐ ഡോണ്ട് ഹാവ് ദാറ്റ് ക്വസ്റ്റ്യൻ ഫോർ യു. ഇനിയിപ്പോ കഥ പറയണോ? ഞാൻ ഇവിടെ ഇരുന്ന് അതുകൊണ്ട് പക്ഷെ പറയാൻ പറ്റുന്ന കാര്യങ്ങൾ പറയായിരുന്നു. പറയാൻ പറ്റുന്ന കാര്യങ്ങൾ ചേച്ചി പറയും. പറയൂ ചേച്ചി, ചേച്ചി തന്നെ പറ. എവിടുന്ന് തുടങ്ങണം? അപ്പൊ ആദ്യം ടൈറ്റിൽ ഡയറക്റ്റഡ് ബൈ മനോജ്. അങ്ങനെ അതല്ലേ പറഞ്ഞേ? ക്രിഞ്ചല്ലേ? പറഞ്ഞോ, കുഴപ്പമില്ല. കുഴപ്പമില്ല, ചേച്ചി ആയതുകൊണ്ട് സഹിക്കും. നാട്ടുകാരും എന്ത് ചെയ്യും? വെരി സിമ്പിൾ, വെരി നോർമൽ, ഫൺ എലിമെന്റ് ഉണ്ടെങ്കിലും ഒരു പ്രശ്നം വരുമ്പോ എങ്ങനെയാണ് എല്ലാരും കൂടെ നിന്ന്. അപ്പൊ there is fun element. There is, of course. ആണോ? പിന്നെ ഫണ്ണില്ലാതെ എങ്ങനെയാണ്? അപ്പോഴല്ലേ പ്രോബ്ലം മനസ്സിലാവുള്ളൂ. അല്ല, ഇത് ഫുള്ള് പ്രോബ്ലം മാത്രം. ഞങ്ങളതൊക്കെ നിങ്ങൾക്ക് ഫണ്ണായിട്ട് തോന്നുമായിരിക്കും. അങ്ങനെയും പറയാം, അങ്ങനെയും പറയാം. അതും പറയാൻ പറ്റില്ല. ഇപ്പൊ ഫൺ എലമെന്റിന്റെ ഇടയിൽ വളരെ സീരിയസ് ആയിട്ട് വരുന്ന ഒരു പ്രശ്നം. പിന്നെ അവിടുന്ന് പിന്നെ നമ്മള് ക്ലൈമാക്സ് വരയ്ക്കും. ഇതിപ്പോ ശ്വേത ചേച്ചി പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളത്, എനിക്ക് തോന്നുമ്പോ ബ്രേക്ക് എടുക്കും, തോന്നുമ്പോ യാത്ര ചെയ്യും, തോന്നുമ്പോ സിനിമ ചെയ്യും. അത്രയും സിമ്പിൾ ആയിട്ട് ഒരാൾ സിനിമ ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. ഈ സിനിമ ചെയ്യാൻ എന്തായാലും ഒക്കെ നമുക്ക് കിട്ടുന്ന രീതിയിലാണ് നമുക്ക് പറയാൻ പറ്റില്ല. നമുക്ക് ഇത് ഇരുന്ന് അയ്യോ സിനിമ വന്നില്ല എന്ന് പറഞ്ഞ ടെൻഷൻ എടുത്താല് ഐ വിൽ ബി നോ വെയർ. അപ്പോ അല്ല, ഒരു നല്ല സിനിമ വന്നാൽ സിനിമ ചെയ്യും, സിനിമ ഇല്ലെങ്കിൽ തെണ്ടും. യാത്ര പോകും. അപ്പൊ ഇത് ചൂസ് ചെയ്യാനുള്ള കാരണം എന്തായിരുന്നു? ബിക്കോസ് ഇറ്റ് വാസ്, എനിക്ക് വന്ന കുറേ ക്യാരക്ടേഴ്സിൽ എനിക്ക് തോന്നി ഡൂവബിളും ആണ്. പിന്നെ ഒരു ചെറിയൊരു ഗ്രാമപ്രദേശത്തിൽ നടക്കുന്ന എല്ലാം റിലേറ്റബിൾ ആണ്. ബിക്കോസ് നമ്മളെല്ലാവരും നമ്മളെ നാട്ടിൻ പുറത്ത് നമ്മൾ പോലെ നമ്മുടെ അമ്മമ്മ മുത്തശ്ശനെല്ലാം പോയി കാണുമ്പോൾ ഉള്ള ഒരു
അങ്ങനത്തെ ചെറിയ എലിമെന്റ്സും ഉണ്ട്. എന്നാൽ ഒരു പ്രശ്നം വരുമ്പോൾ എങ്ങനെയാണ് എല്ലാവരും കൂടി നിന്നിട്ട് അത് സോൾവ് ചെയ്യുന്നത്. അപ്പോൾ ജസ്റ്റ് സിമ്പിൾ. പിന്നെ നല്ലൊരു പ്രൊഡ്യൂസർ ഉണ്ടായിരുന്നു. സോ ദാറ്റ്സ് മെയിൻ ഇമ്പോർട്ടൻറ്റ്. ബിക്കോസ് നമുക്ക് എല്ലാവർക്കും ഏത് ആർട്ടിസ്റ്റിനോട് ചോദിച്ചാൽ നല്ല നല്ല ക്യാരക്ടേഴ്സോ നല്ല സ്റ്റോറീസ് കേൾക്കുന്നുണ്ട്. പക്ഷെ എല്ലാം സിനിമയാവണമെന്ന് നിർബന്ധമില്ല. ബിക്കോസ് നല്ലൊരു പ്രൊഡ്യൂസർ നല്ല ബാക്കിംഗ് ഇല്ലെങ്കിൽ, അപ്പോൾ ബാബുരാജേട്ടൻ പോലെ ഒരു ആൾ വന്നു ആൻഡ് മൂപ്പരെ ഫസ്റ്റ് മൂവി ആണെങ്കിലും ഹി ബാക്ക്ഡ് us ഫ്രം ഫസ്റ്റ് ഡേ ടു ടിൽ നൗ. അപ്പോൾ അത് വലിയൊരു കാര്യമാണ്. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു മനോജിനും നമ്മളെല്ലാവർക്കും കിട്ടിയ ഒരു ഭാഗ്യമാണ് ടു ഹാവ് എ ഗുഡ് പ്രൊഡ്യൂസർ ടു ബാക്ക്. അങ്ങനത്തെ ഒരു പ്രൊഡ്യൂസറിനെ കിട്ടാന്നുള്ളത്. പേയ്മെന്റ് ഒക്കെ കൃത്യമായിരുന്നു. യെസ്. നോ സീരിയസ്. അതും പറയണല്ലോ. അല്ല, അതുകൊണ്ടാണ് ഗുഡ് പ്രൊഡ്യൂസർ ഇൻ എവറി ഫോം അല്ലേ. സിനിമയെ കുറിച്ച് ഭയങ്കര പാഷനേറ്റ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പൊ സിനിമ വരുമ്പോ സ്ക്രിപ്റ്റ് മാത്രം നോക്കാം, അത് സ്ക്രിപ്റ്റ് എങ്ങനെയുണ്ട്, വർക്കബിൾ സ്ക്രിപ്റ്റ് ആണോ എന്ന് നോക്കാം, അല്ലെങ്കിൽ ഡയറക്ടർ ഏത് ഡയറക്ടറാണ്, അല്ലെങ്കിൽ ടീം, അല്ലെങ്കിൽ എന്റെ ക്യാരക്ടർ നന്നായാൽ മതി, സിനിമ എങ്ങനെ ആയിക്കോട്ടെ, എങ്ങനെയാ ചൂസ് ചെയ്യുക? സ്ക്രിപ്റ്റ് തന്നെ ബേസ്. സ്ക്രിപ്റ്റ് ആണ്. അങ്കമാലിയിൽ എങ്ങനെയാ ചൂസ് ചെയ്തത്? അങ്കമാലിയിൽ ഒന്നും ചൂസ് ചെയ്തില്ല, സ്ക്രിപ്റ്റോ അങ്ങനെ ഒന്നും നോക്കിയില്ല. നമുക്ക് കിട്ടിയ ആദ്യത്തെ ഒരു അവസരം ഓഡീഷൻ വഴിയായിരുന്നു. പക്ഷെ എന്നാലും ഞാനങ്ങനെ സ്ക്രിപ്റ്റ് ആവശ്യപ്പെട്ടില്ലെങ്കിലും ഞാൻ സ്ക്രിപ്റ്റ് വായിച്ച് മനസ്സിലാക്കണമെന്ന് അവർക്ക് ആവശ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ സ്ക്രിപ്റ്റ് വായിച്ചു അങ്കമാലിയിൽ. പക്ഷെ ജങ്കാറിനെ സംബന്ധിച്ച് ഞാൻ എത്തിയത് സ്ക്രിപ്റ്റിലൂടെ തന്നെയാണ്. ഇദ്ദേഹത്തിൻ്റെ നമ്മുടെ സംവിധായകൻ്റെ ആദ്യത്തെ സിനിമ, ഇതിന് തൊട്ട് മുമ്പ് ഒരു സിനിമ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു ഓഫ് ബീറ്റ് സിനിമ. അതിൽ ഞാൻ വളരെ യാദൃച്ഛികമായിട്ടൊരു കാസ്റ്റിംഗ് മാറി അങ്ങനെ ഒരു കാസ്റ്റിങ്ങിലേക്ക് എത്തിയതാണ് ഞാൻ. അതിനുശേഷം അദ്ദേഹമായിട്ട് ഒരു വർഷത്തോളം ട്രാവൽ ചെയ്തു ആ സിനിമയായിട്ട്. അതിനിടയിലാണ് എന്നോട് ഈ സബ്ജക്റ്റ് പറയുന്നത്, നമുക്ക് ഇങ്ങനെ ഒരു സിനിമ ചെയ്താലോ, അങ്ങനെയാണ് ആ സബ്ജക്റ്റ് എന്നോട് പറയുന്നത്. സബ്ജക്റ്റ് കേട്ടപ്പോൾ തന്നെ എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ഇപ്പം നമുക്കിപ്പം കുറേ സിനിമകൾ ഇറങ്ങുന്നുണ്ട്, ഒരു ന്യൂ ജനറേഷൻ കുറേ ട്രെൻഡിങ് സിനിമകൾ ഇറങ്ങുന്നുണ്ട്. ഇതിലൊരു പുതുമ എനിക്ക് ഫീൽ ചെയ്തു. കുറച്ച് കഥ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ കഥ നമുക്ക് നരേറ്റ് ചെയ്യുമ്പോൾ കുറച്ചൊരു പഴയ ഒരു സ്റ്റൈൽ ഓഫ് മേക്ക് കഥയാണെങ്കിൽ കൂടി അതിലൊരു ഒരു സോൾ ഉണ്ടായിരുന്നു, പുതുമയുണ്ടായിരുന്നു. അതാണ് എനിക്ക് ആദ്യം സ്ക്രിപ്റ്റ് വളരെ ഇഷ്ടമായി. പിന്നെ ഇതിന് ഡയറക്ടർ തന്നെ ഇടയ്ക്ക് പറയുകയുണ്ടായി, ഇതിൽ ഓരോ കഥാപാത്രങ്ങൾക്കും ഒരു ബാക്ക് സ്റ്റോറി ഉണ്ട്. എന്താ വെച്ചാൽ സിനിമ തുടങ്ങിയ ആദ്യത്തെ ഒരു 10 മിനിറ്റുള്ളിൽ തന്നെ നിങ്ങളെല്ലാ ഓഡിയൻസിനെ എല്ലാവരെയും ഞങ്ങൾ ആദ്യം തന്നെ ഈ തുരുത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, നിങ്ങൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ ഞങ്ങൾ സക്സസ് ആണെന്ന് വേണമെങ്കിൽ ഒരു ക്യാരക്ടറിന്റെ ബാക്ക്ഗ്രൗണ്ട് ഇല്ല എന്ന് തോന്നില്ല. എല്ലാവരും ഇത് നമ്മളത് ചിത്രീകരിച്ചിട്ടുണ്ട്, അല്ലാതെ നമ്മൾ ഡയലോഗ് വഴി പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, അതെല്ലാം ക്ലിയർ ആയിട്ട് കാണിച്ചിട്ടുണ്ട്. ജങ്കാറിന്റെ നമുക്ക് ആദ്യം കിട്ടുന്ന ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിൽ ഇറ്റ് വാസ് യുവർ മൊട്ടത്തല അല്ലേ ഫസ്റ്റ് കാണുന്നത്. ദർ ഇസ് എ ഫോ ബിഹൈൻഡ് എവ്രി വൺ അല്ലേ, അങ്ങനെ ആയിരുന്നില്ലേ? ആർ യു ദ ഫോ? വി ഓൾ ആർ ദ ഫോ. ഓക്കെ, നിങ്ങളെല്ലാം ഉഡായിപ്പുകളാണ്. നമ്മളെല്ലാം ഉഡായിപ്പിന്റെ ആൾക്കാരാണ്. ഡയറക്ടറിന് എല്ലാം അവസാനമായപ്പോ വളരെ ഫിലോസഫിക്കലായിട്ട് സംസാരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണോ? എന്ത് ചെയ്യാം, അങ്ങനെ ആയിപ്പോയി. എന്താ ചെയ്യാ, ഞാൻ എന്ത് പറഞ്ഞാലും അത് ഫിലോസഫി ആവുന്നൊക്കെ, അതാണ് ഉദ്ദേശിച്ചത്. പക്ഷെ അങ്ങനെയാണ് ക്യാരക്ടർ, അങ്ങനെയായിരുന്നു. ഈ മന്ത്രവാദി ടൈപ്പ് അങ്ങനെ എന്തെങ്കിലും ആണോ മന്ത്രമൊക്കെ ചെയ്യുന്നത്? അല്ലല്ലേ? മന്ത്രവാദിയോ? മന്ത്രവാദി ലുക്കൊക്കെ കണ്ടപ്പോ എനിക്ക് അങ്ങനത്തെ ഒരു തോട്ടൊക്കെ വന്നു. ഒരു തുരുത്തിലേക്ക് വരുന്നൊരു ക്യാരക്ടറാണ് എൻ്റെ ക്യാരക്ടർ. അവിടെ വന്ന് കുറച്ച് സംഭവങ്ങൾ നടക്കുന്നതിൽ ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു. കുറച്ച് കിളി പോയ ഒരു ക്യാരക്ടറാണ്, അത്രേ ഉള്ളൂ. കറക്റ്റ് പ്ലേസ്മെന്റ് എന്നൊക്കെ അല്ലേ? കറക്റ്റ് അതിൽ കൂടുതൽ പറയാൻ പാടില്ല. മനസ്സിലായി. ഇറ്റ്സ് ഓക്കെ, ഫൈൻ, ടോട്ടലി ഫൈൻ. ഇപ്പൊ ഇനി നിങ്ങളോട് ശ്വേത ചേച്ചിയോടല്ല, നിങ്ങൾ മൂന്നുപേരോട് ഞാൻ ചോദിക്കട്ടെ. ശ്വേത ചേച്ചിയെ നമ്മൾ ടിവിയിലും സിനിമയിലും ഒക്കെ കാണുമ്പോൾ ഷീസ് വെരി ജിൽജിൽ, ഒരു ജിൻജിന്നാക്കടി സ്വഭാവമാണ്. അതായത് ഭയങ്കര ഹാപ്പിയാണ്, ഒന്നിൽ അല്ലെങ്കിൽ പിന്നെ കരഞ്ഞിട്ടാണ് കാണുക, ഭയങ്കര ഇമോഷണൽ ആയിട്ട്, ഭയങ്കര സങ്കടം വന്ന് ദേഷ്യപ്പെട്ട് കണ്ടിട്ടില്ല. നിങ്ങൾ ആരെങ്കിലും ദേഷ്യപ്പെട്ട് കണ്ടിട്ടുണ്ടോ? ആരും കണ്ടിട്ടില്ല. ചേച്ചി ഇമോഷണൽ ആയിട്ട് മാത്രം കണ്ടിട്ടുണ്ട്. I can cry very fast. I'm very emotional person. ഞാനും അങ്ങനെയാണ് ഞങ്ങള് Seriously. ഞങ്ങള് സിങ്കായത്. ജിൽജിലാണ്. അപ്പൊ എങ്ങനെ ഇത്ര സ്ട്രിക്റ്റ്? ഇപ്പൊ ഞാൻ ഹേർഡ് യു സേയിങ് ഞാൻ ഭയങ്കര സ്ട്രിക്റ്റ് ഒരു അമ്മയാണെന്ന്. അത് വെറുതെ പറയണല്ലേ? ഞാൻ സ്ട്രിക്റ്റ് അമ്മയാണ്. സ്ട്രിക്റ്റ് അമ്മ. പക്ഷേ സ്ട്രിക്റ്റ് അമ്മയാണ്. പക്ഷെ ദ തിങ് ഈസ് സ്ട്രിക്റ്റ് എന്ന് പറഞ്ഞാൽ ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന അങ്ങനെയല്ല. ഐ ഹാവ് സം കുറച്ച് പോളിസീസും കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെയാണ് എന്നെയും വളർത്തിയത്. ആൻഡ് ഐ ജസ്റ്റ് ഫീൽ ദാറ്റ് ഇപ്പോൾ കൊടുക്കുന്ന ഒരു ഫൗണ്ടേഷൻ അല്ലേ നമുക്ക്. ടിൽ 15 ഐ ക്യാൻ ഡു വാട്ട് ഐ വോണ്ട് വിത്ത് ഹർ. അത് കഴിഞ്ഞാൽ അവൾ എന്നോട് പറയും പോയി പണി നോക്കാൻ. ഭയങ്കര ലേറ്റ്. അല്ല, ഐ വോണ്ട് ടു ബിലീവ്.
ഓ എനിക്കറിഞ്ഞൂടാ, ഞാനിങ്ങനെ വരുന്ന നിങ്ങളെ പറ്റി പറയാൻ പറ്റില്ല, നിങ്ങൾ ചിലപ്പോ 10 കഴിയും. അതുവരെ നമുക്ക് സ്വാതന്ത്ര്യം ഉണ്ടെന്ന് നമുക്ക് തോന്നും. എന്നെയൊക്കെ 9ാം ക്ലാസ്സിൽ തന്നെ ഇറക്കി വിട്ടു. But the thing is genuinely ഭയങ്കര ബുദ്ധിമുട്ടാണ്. So I have to be strict. Shri, my husband is not a very, he's a he pampers. മോളെ നന്നായി വഷളാക്കണ അച്ഛനാണ്. ലാലു ലക്ഷ്മിന്റെ മോളാണെങ്കിൽ character പോലെ. അച്ഛന്മാരെങ്ങനെയായിരിക്കും അതാണ് നിങ്ങൾ ചേച്ചി? പറയുന്നത്, നിങ്ങൾ ഉണ്ടായിരിക്കും. എനിക്ക് മോളാ. ഇത് ഇവരും എനിക്കും first മോളാണ്. രണ്ടാളും മോശം. How old is she now? She's 12. 12 വയസ്സായി. 12 വയസ്സായില്ലേ? ദൈവമേ. ആ പാട്ടുണ്ടല്ലോ, ഓൾ കേരള ഗർഭിണി അസോസിയേഷന്റെ നാഷണൽ അന്തം പോലെയാണല്ലോ പാട്ട്. ഞാൻ നമ്മൾ എപ്പോഴും പോയാലും ഏതെങ്കിലും സ്ത്രീ ലാലി ലാലി കളിമണ്ണിലെ പാട്ട്, ആ ഇറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ സോങ്. ഇപ്പൊ എനിക്ക് പേഴ്സണലി പറയാൻ മൂവി, അതെ, സീൻ, സിനിമയൊക്കെ ഭയങ്കര രസമുള്ള സിനിമയാണ്. പക്ഷെ എനിക്ക് പേഴ്സണലി ആ പാട്ട് ഭയങ്കര കണക്ട് ഉള്ളു. ഇപ്പൊ ഞാൻ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്തൊക്കെ ഞാനത് ഇങ്ങനെ പാടിക്കൊണ്ട്, എന്നെ കൊണ്ട് പാടാൻ പറ്റുന്നല്ല, എന്നാലും ഞാൻ പാടി നടന്നുണ്ട്. അതുപോലെ എനിക്ക് തോന്നുന്നു ഒരുപാട് പേർക്ക് ഉണ്ടാവും, മക്കൾക്ക് അമ്മമാര് പാടിക്കൊടുക്കുന്ന പാട്ടാണ്. ആ മൂവിയിൽ അഭിനയിച്ച ആ പാട്ട് നമ്മളിലേക്ക് എത്തിച്ച ആൾക്കുള്ള ഫീൽ എന്തായിരുന്നു പാട്ട് ഷൂട്ട് ചെയ്യുമ്പോൾ? അല്ല, എൻ്റെ അമ്മാമ്മയാണ് അത് എഴുതി, നോയിൻ വി കുറുപ്പ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് അമ്മ എന്നെ വിളിച്ച് ചോദിച്ചു, മോളു എന്താണ്, ഏത് കുഞ്ഞാണ് എനിക്ക് വേണ്ടത്? ഞാൻ പറഞ്ഞു എനിക്ക് പെൺകുഞ്ഞാ വേണ്ടത് അമ്മാമേ. അപ്പോൾ അധികം ആൾക്കാർക്ക് അറിഞ്ഞൂടാത്തൊരു കാര്യം. എന്ത് ONV കുറിപ്പിന്റെ അല്ല, അത് എനിക്കറിയായിരുന്നു. പറഞ്ഞിട്ടുണ്ട്. ഞാൻ നാട്ടുകാരുടെ കാര്യം പറഞ്ഞു. അപ്പൊ ഇവിടെ ഇരിക്കണവർക്ക് ഒരു വിലയില്ല. ഇവിടെ ഇരിക്കണവർക്ക് അറിയാലോ, എനിക്കറിയാലോ. അല്ല, കുറച്ച് സ്ട്രെസ് ചെയ്ത് പറ, അതുകൊണ്ടാ ഞാൻ പറഞ്ഞു. ONV അമ്മാമ എഴുതിയ പാട്ട് ആയതുകൊണ്ട്, പിന്നെ M. ജയചന്ദ്രൻ സാർ, അവര് രണ്ടുപേരും ഒരുമിച്ചിരുന്ന് ഇതിന് സംസാരിക്കുന്ന സമയത്ത് എന്നെ ONV അമ്മാമ വിളിച്ചിട്ട് എന്നോട് ചോദിച്ചു, മോൾക്ക് ആരെയാണ് വേണ്ടത്? അപ്പം ഞാൻ എനിക്ക് ഒരു പെൺകുഞ്ഞാണ് വേണ്ടത് അമ്മാമേ. പിന്നെ മൂപ്പരാണ് അത് വെച്ചിട്ട്, പക്ഷെ നമുക്ക് ആർക്കും അറിയില്ല പെണ്ണാണോ ആണാണോ എന്ന്. പക്ഷെ എന്റെ വയറ് നോക്കിയിട്ട് എല്ലാരും പറയാറുണ്ടായിരുന്നു ആൺകുഞ്ഞാണ്. ചേച്ചി ഇവിടെയായിരുന്നു ഡെലിവറി? ഇന്ത്യയിലായിരുന്നു. കളിമണ്ണിലായിരുന്നു ഡെലിവറി. So then the thing is, പെണ്ണ് വന്നു ആൻഡ് കറക്റ്റ് ലാലി ലാലി ആ ഒരു വേർഡിങ്സ് എല്ലാം കറക്റ്റ് മാച്ച് ആയത് അതെനിക്ക് തോന്നുന്നു ദൈവാദിനാണ്. സോ ഫോർ മീ ഇറ്റ് വാസ് ലൈക്ക് ONV അമ്മാമയും M. ജയചന്ദ്രൻ സാറിൻ്റെ എന്താ പറയുക മ്യൂസിക്കിൽ ബ്യൂട്ടിഫുൾ പാട്ട് എനിക്ക് ഗിഫ്റ്റായിട്ടാണ് അമ്മ തന്നത്. സോ ഐ എം വെരി ഹാപ്പി. ഞാൻ എപ്പോഴും പറയണത്, മോള് ഈ ലോകത്ത് വന്നത് തന്നെ അവൾ തീരുമാനിച്ചതാണ് ആരാണ് അവൾ ഡയറക്റ്റ് ചെയ്യേണ്ടത്, ആള് ഏത് മ്യൂസിക്കാണ്, എങ്ങനെയാണ്. അവൾ വന്നപ്പോൾ ആൻഡ് ഐ എം നോട്ട് ജോക്കിങ്, നിങ്ങൾ കുഞ്ഞിനെ കണ്ട ആ ഷോട്ടിലുണ്ടെങ്കിൽ അവളുടെ മുടി ഇങ്ങനെയായിരുന്നു വന്നപ്പോഴെന്നെ. ജോണി ബ്രാവോ. സത്യം. ഞാൻ പറഞ്ഞു അവളുടെ ഹെയർ സ്റ്റൈൽ എല്ലാം ചെയ്തിട്ടാ വന്നത്. സെറ്റ് ആയിരുന്നു, അറിയാം ക്യാമറയ്ക്ക് മുന്നിലേക്കാണ് ആ മോളെ എൻ്റെ അടുത്ത് കൊണ്ടുവന്നു. അപ്പൊ ആദ്യം അമ്മയുടെ അടുത്ത് കൊണ്ടുവരും, നഴ്സ് കൊണ്ടുവരുമല്ലോ, കൊണ്ടുവന്നിട്ട് ഉമ്മ കൊടുക്കണല്ലോ. അപ്പൊ ഞാൻ ഭയങ്കര ഇത് ഒച്ചമ്പിളി ഉണ്ടാക്കിയിട്ടാണ് ഞാൻ മറ്റേ ഒരു വേദന ഒച്ചമ്പിളി നോർമൽ ഡെലിവറി. അപ്പോൾ കുഞ്ഞിനിങ്ങനെ അടുത്ത് കൊണ്ടുവന്നപ്പോഴേ, അപ്പോൾ ഉമ്മ, ഞാൻ എല്ലാവരും പറയുന്നുണ്ട് ഉമ്മ കൊടുക്കും. അപ്പൊ ഞാൻ ഇങ്ങനെ ട്രൈ ചെയ്യുന്നുണ്ട്, പക്ഷെ എനിക്ക് പറ്റണില്ല. നോർമൽ. അപ്പൊ അല്ലാതെ പിന്നെ കളിമണ്ണ് ഉണ്ടാവില്ല. പിന്നെ അത് ശരിയായിരുന്നു, ഇതെങ്ങാനും സി സെക്ഷൻ ആയിരുന്നു, കളിമണ്ണില്ല. ഓ സീൻ ഡ്രോപ്പാണ്. അത് വലിയൊരു അത് വലിയ. അപ്പൊ അത് കഴിഞ്ഞ് ആ കുഞ്ഞിനെ അടുത്ത് കൊണ്ടുവന്നപ്പോ അവൾക്ക്, അതാണ് ബ്ലെസ്സേട്ടൻ പറഞ്ഞത്, ബ്ലെസ്സേട്ടൻ നോക്കുമ്പോ അവള് അടുത്ത് വന്നിട്ട് അമ്മയൊന്നും അഭിനയിക്കുന്നില്ലല്ലോ, ഞാൻ തന്നെ ഒറ്റ നക്കല്. അവളൊറ്റ നക്കല്. അതാണ് ബ്ലെസ്സേട്ടൻ പറഞ്ഞത്. ഇപ്പൊ നിങ്ങൾ അത് മാത്രല്ല, മറ്റേ ഇത് നമ്മളുടെ സംസ്ഥാന അവാർഡ് കിട്ടിയപ്പോൾ അവൾ ഉറങ്ങണ്ടായിരുന്നു, കണ്ണടച്ചിട്ടുണ്ടായിരുന്നു. കറക്റ്റ് ഉമ്മൻചാണ്ടി സാർ എനിക്ക് അവാർഡ് തരില്ല, അവൾ കണ്ണ് തുറക്കലും. ആ ഷോട്ടാണ് എല്ലാവരും കിട്ടിയത്, 1 സെക്കൻഡ്. സോ ഐ തിങ്ക് ഷീ നോസ് വെൻ ടു ഡു വാട്ട്. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നത് അവളാണ് തീരുമാനിച്ചത്, അവളാണ് ഓർക്കസ്ട്രേറ്റഡ് ചെയ്തത്. ഞാൻ ഒരു സോഴ്സ് മാത്രം, ഒരു മീഡിയം ആയത് മാത്രം. സബൈന കണ്ടിട്ടുണ്ടോ സിനിമ കളിമണ്ണ്? ആണോ? കണ്ടിട്ടുണ്ട്. അല്ല അങ്ങനെയല്ല, ചിലപ്പോ കാണിക്കണമെന്നില്ല. അല്ല അങ്ങനെയല്ല, പാട്ട് കാണുമ്പോ അവളെ എപ്പോഴും ബിജുവേട്ടൻ ഇങ്ങനെ വയറിങ്ങനെ ഉമ്മ വയ്ക്കാൻ വരുമ്പോ എപ്പോഴും അവള് ശ്രീനെ നോക്കും. ഇങ്ങനെയായിരുന്നോ നിങ്ങളെ കാണാൻ? അപ്പൊ ഇത് ഞാൻ ഇപ്പൊ അല്ല, ഞാൻ ഒരു 5 വയസ്സ് വരയ്ക്കും എപ്പോഴും ഇങ്ങനെ
പിന്നെ ബ്ലെസ്സിയേട്ടന്റെ വോയിസ് കേൾക്കുമ്പോൾ അവള് റിയാക്ട് ചെയ്യും. ബിക്കോസ് എനിക്ക് തോന്നുന്നു ഏറ്റവും ജാസ്തി കേട്ട് ശബ്ദം അതാണ്. ആക്ഷൻ ക്യാമറ. അത് അപ്പോൾ അത് ഫസ്റ്റ് ഒരു 3-4 ബ്ലെസ്സിയേട്ടൻ വീട്ടിൽ വരാറുണ്ടായിരുന്നു മോളെ കാണാൻ. 1-2 പ്രാവശ്യം ഇന്റർവ്യൂസ് വീട്ടിലുണ്ടായിരുന്നു ബ്ലെസ്സി. ശരിക്കും ആക്ച്വലി ഫാമിലി മെമ്പേഴ്സിനെ പോലെ തന്നെ ഒരു സ്നേഹം ഉണ്ടാവൂലേ കുഞ്ഞിന്? അല്ല, ആ വോയിസ് റിയാക്ട് ചെയ്യും അവള്. അല്ല, അർജുന്റെ ഒരു സ്റ്റോറി ഇല്ലേ, ദാറ്റ് മൂപ്പരാണ് എല്ലാം കേട്ട് പഠിച്ചത്. അതെ, ഇതേപോലെ ബ്ലെസ്സിയേട്ടന്റെ അവളിങ്ങനെ ഇപ്പൊ എനിക്ക് തോന്നുന്നില്ല. ബിക്കോസ് ഇപ്പൊ കുറെ ദിവസമായിട്ട് അവള് ഇപ്പൊ സ്റ്റഡീസിൽ ഇറങ്ങി. പക്ഷെ ടിൽ 5 ബ്ലെസ്സിയേട്ടൻ കണ്ടിട്ടുണ്ട് ആ റിയാക്ഷൻ. അവളിങ്ങനെ ബ്ലെസ്സിയേട്ടൻ ഹലോ എന്ന് പറയുമ്പോ അവള് ഇങ്ങനെ പിന്നിൽ നോക്കും. ഇത് എവിടെയോ പരിചയമുണ്ടല്ലോ. എങ്കയോ കേട്ട മാതിരി. അത് എത്ര ബുക്ക് എഴുതിയിട്ടുണ്ട് ഇപ്പൊ? 6 ബുക്സ്. അത് കഴിഞ്ഞിട്ട് എഴുതിയിട്ടില്ല? അത് 2-3 വർഷം മുമ്പ് ചോദിക്കും 6 ബുക്സ്. ഇപ്പൊ വരയ്ക്കില്ല. ഓ, ഫുൾ സ്റ്റഡീസ്. ഇപ്പൊ പാട്ടിനെ കുറിച്ച് books. She's written on Wattpad. She's got 2,500 readers. 6 ബുക്കൊക്കെ എഴുതിയിട്ടുണ്ട്. Small baby. ബട്ട് സ്റ്റിൽ എഴുതണല്ലോ, അത് അത്ര ചില്ലറക്കാരിയല്ലോ. പാട്ടിനെ കുറിച്ച് പറയുമ്പോ അനശ്വരത്തിലെ പാട്ട് മറക്കാൻ പറ്റില്ല. ഇറ്റ് ഈസ് ഓൾവേസ് അനശ്വരം. ഞാൻ ആ പാട്ട് കേൾക്കുമ്പോ എപ്പോഴും പറയുന്നത് ഇറ്റ് ഈസ് സപ്പോസ് ടു ബി എ റൊമാൻറ്റിക് സോങ്. പക്ഷെ കേൾക്കുമ്പോ ഭയങ്കര സങ്കടം വരും അല്ലേ? ഇല്ലേ? അയ്യോ ഇല്ല, എനിക്ക് പേഴ്സണലി ആ പാട്ട് കേൾക്കുമ്പോ ഭയങ്കര തോന്നിയിട്ടില്ല. റൊമാൻറ്റിക് സോങ്. എനിക്ക് പക്ഷെ അത് കേൾക്കുമ്പോ ഭയങ്കര എവിടെയോ ഒരു ഭയങ്കര പെയിൻ വരണ പോലെ തോന്നും. 2 അടിച്ചിട്ട് കേട്ട് ഞാൻ ശരിയായിക്കോളും. അപ്പൊ പിന്നെ ഞാനൊക്കെ ഒന്നും കൂടെ കരയുമായിരിക്കും, കരഞ്ഞ് മെഴുകും, തീർന്നു. അല്ലെങ്കിൽ വെറുതെ ഇച്ചിരി സങ്കടം ഉണ്ടാവുള്ളൂ ചിലപ്പോ. അങ്ങനെയായിപ്പോ ബ്യൂട്ടിഫുൾ സോങ് ആണ്. ഐ ഹേർഡ് മമ്മൂക്കയാണ് ആ സിനിമയ്ക്ക് വേണ്ടി ശ്വേത ചേച്ചിയെ സ്ക്രീൻ ടെസ്റ്റ് ചെയ്തതെന്ന്. ആണോ? എന്ന് ചെയ്യിപ്പിച്ച്? ഒന്നുമില്ല, ഒന്ന് നടന്നു വരാൻ പറഞ്ഞു, ഓടി എന്ന് വരാൻ പറഞ്ഞു, പിന്നെ 2 ഡയലോഗ് തന്നു. ഐ ലവ് യു ഡാനി, ഐ ലവ് യു. അത് ആ സിനിമയിലും ഉണ്ട്. പക്ഷെ ആ ഒരു ഡയലോഗ് മാത്രമേ മലയാളം എനിക്ക് അപ്പൊ തീരെ അറിയില്ല. അപ്പൊ പക്ഷെ മമ്മൂക്ക മീൻസ് ഐ ആം സോ ബ്ലെസ്ഡ്. മൂപ്പർക്ക് ഇലക്ട്രോണിക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പൊ മൂപ്പരുടെ അടുത്ത് അന്ന് ഒരു ക്യാമറ ഉണ്ടായിരുന്നു. ഓക്കെ, അന്ന് ഐ തിങ്ക് VCR എന്തോ ഉണ്ടായിരുന്നു, VCR വിത്ത് VCP എന്തോ. അപ്പൊ അതിൽ റെക്കോർഡ് ചെയ്തു, അത് സ്ക്രീനിൽ കണ്ടു. ഒരു രാത്രി 8 മണിക്കാണ് വിളി വന്നത്. ഷീസ് കൺഫേം. അടുത്ത ദിവസം രാവിലെ ഒരു കാർ വന്നു. മാഡത്തിന് രാവിലെ 8 മണിക്ക് കാർ വരും, മാഡത്തിനോട് റെഡി ആയിരിക്കാൻ പറയാം. എന്റെ അച്ഛൻ പറഞ്ഞു മാഡം ഇവിടെ ആരുമില്ലല്ലോ, ബിക്കോസ് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കുട്ടി. അപ്പൊ അച്ഛൻ പറഞ്ഞു മാഡം ആര് മാഡം. അങ്ങനെ പോയി അഭിനയിച്ചു അല്ലേ? ഈ മമ്മൂക്കയുടെ സീനിലും എനിക്ക് തോന്നുന്നു DQന്റെ ആദ്യത്തെ നായികയും മമ്മൂക്കയാണ് സ്ക്രീൻ ടെസ്റ്റ് മാളവികനെ. ഷീ ഹസ് ടോൾഡ് മീ ഇങ്ങനെ ഇതുപോലെ മമ്മൂക്കയുടെ ഒരു ടാബ് ഉണ്ടായിരുന്നു, ആ ടാബിൽ എന്നോട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നടക്കാൻ പറഞ്ഞ സ്ക്രീൻ ടെസ്റ്റ് ചെയ്തത് ആളാണ്. പാട്ടിന്റെ കാര്യം പറയുമ്പോൾ വേൾഡ് വൈഡ് ഹിറ്റ് ആയ ഒരു പാട്ടാണല്ലോ എന്റെ അമ്മയുടെ ജിംകിയും കമ്മല്. പാട്ട് നമ്മൾ കാണുന്നതിന്റെ ഫുൾ ഔട്ട് വന്നിട്ട് ഇത് വൻ ഹിറ്റ് ആവുന്നത് നമ്മൾ കണ്ടാണ്. ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് അറിയാവുന്ന ഒരാൾ താങ്കളാണല്ലോ. വാട്ട് ഈസ് ഇറ്റ്? നിങ്ങൾ അതൊരു ഹിറ്റായ സമയത്തൊക്കെയുള്ള നിങ്ങളുടെ ഒരു ഫീല്? അല്ല, ആദ്യം ഈ പാട്ട് അങ്ങനെ ഹിറ്റാകുമെന്നുള്ള പ്രതീക്ഷയിലൊന്നും അല്ല ഷൂട്ട് ചെയ്ത്. പിന്നെ ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞ ശേഷമാണ് ലാലേട്ടനും അറിയായിരുന്നു പാട്ട് അടിക്കും, പാട്ട് നല്ല രസമുള്ള പാട്ടാണ്. കാരണം ലാൽ സാർ ആ പാട്ടിലില്ല സിനിമയിൽ. പാട്ട് ജനങ്ങളെ ഏറ്റെടുത്തത് ഒരു പക്ഷേ ഷൂട്ട് കഴിയുന്നതിന് മുമ്പ് പാട്ടാണ് ആദ്യം ഇറങ്ങിയത്. പാട്ടിറങ്ങി പതുക്കെ ഹിറ്റായി തുടങ്ങി. ഇത്രയും ഹിറ്റ് പ്രതീക്ഷയില്ല. കേരളത്തിൽ തൊട്ടതിന് മുമ്പ് ഹിറ്റായ പാട്ട് നമ്മുടെ ഇത് ലജ്ജാവതി. അതിനുശേഷം ഇത്ര ഒരു ഹിറ്റ് പ്രതീക്ഷിച്ചില്ല. പിന്നെ അതിലൊരു പാർട്ടാവാൻ പറ്റി എന്നുള്ളതാണ് വലിയ സന്തോഷം. എനിക്കൊരു പക്ഷെ അപ്പാനി രവിയെക്കാട്ടി എൻ്റെ ആ ഫസ്റ്റ് മൂവിയെക്കാട്ടി എനിക്ക് കുറച്ചും കൂടി ഒരു ഇപ്പോഴും പല സ്ഥലത്തും പോകുമ്പോഴും ജിമിക്കി കമ്മൽ സോങ് കളിച്ച ആളല്ലേ എന്ന് ചോദിക്കാറുണ്ട്. ഇപ്പൊ സിനിമ ചെയ്യുമ്പോ കൂട്ടുകാരുടെ സിനിമ മാത്രം ചെയ്യാം എന്ന് വിചാരിച്ചിരുന്ന ഒരു സമയമുണ്ടല്ലോ, അത് കഴിഞ്ഞ് ഓക്കെ ദിസ് ഇസ് വാട്ട് ഐ എം ഗോയിങ് ടു ഡു, ഇനി ഇതാണ് എന്റെ പ്രൊഫഷൻ തീരുമാനിച്ചത് എപ്പോഴാ? ഏത് സിനിമയിലാ? പ്രേമം കഴിഞ്ഞപ്പോ മനസ്സിലായി അൽഫോൺസ് ഇനി അടുത്ത കാലത്തൊന്നും പടം എടുക്കാൻ പോകുന്നില്ല. അപ്പൊ കൂട്ടുകാരുടെ പടം ചെയ്യാന്ന് വിചാരിച്ചിരുന്നാൽ ഇരുന്നു. അതെ, അങ്ങനെ ഞാൻ വീട്ടിലിരുന്നു. പിന്നെ ഞാൻ ആലോചിച്ചു എനിക്ക് അറിയാവുന്ന ഒരു ഒറ്റ പണി ഇത് മാത്രമേ ഉള്ളൂ സിനിമയിൽ. ഞാൻ ടെക്നീഷ്യനായിട്ടാണ് വന്നത്. അപ്പോൾ അതും ഇതും അത് കഴിഞ്ഞ് പ്രേമമല്ല നേരം കഴിഞ്ഞപ്പോൾ തന്നെ ഒരു ലിറിക് റൈറ്റർ, ഒരു സിംഗർ എന്നുള്ള ഇതൊക്കെ കിട്ടി.
അപ്പോൾ അത് എക്സ്പ്ലോർ ചെയ്യണം. ഈ കുറച്ച് പരിപാടികൾ, അതായത് സിനിമയിൽ മാത്രമേ എനിക്ക് പരിപാടി അറിയുള്ളൂ എന്നുള്ള ഒരു യാഥാർത്ഥ്യം എനിക്ക് മനസ്സിലായി. പിന്നെ ആ വഴിക്ക് അങ്ങോട്ട് പോകാൻ തുടങ്ങി. വന്ന വഴിക്ക് അങ്ങോട്ട് പോകാൻ തുടങ്ങിയത് ഇപ്പൊ ചോദിക്കാൻ പറ്റുമെന്ന് അറിയില്ല. പിന്നെ അത് കഴിഞ്ഞ് അൽഫോൺസ് എന്നാ പടം എടുത്ത് ആ പടത്തിൽ ഞാനും ഉണ്ടായിരുന്നു. ഞാൻ അഭിനയിക്കുകയും ചെയ്തു, ഞാൻ പാട്ട് എഴുതി, പാട്ട് പാടുകയും ചെയ്തു, പാട്ട് കമ്പോസും ചെയ്തു. അതിൻ്റെ ഇടയിൽ ഞാൻ വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ എൻ്റെ വീട്ടിലെ കഞ്ഞി ഒന്ന് ആലോചിച്ച് നോക്കി. എന്ത് ചെയ്ഞ്ഞ് എൻ്റെ വീട്ടിൽ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ എൻ്റെ കഞ്ഞിയെങ്കിലും അതെങ്കിലും കിട്ടണ്ടേ. അതെങ്കിലും ഓക്കെ, ഇപ്പൊ പ്രേമത്തിന്റെ സമയത്ത് 10 years ഓഫ് പ്രേമം, ഇന്നും പ്രേമത്തിന് ബീറ്റ് ചെയ്തൊരു സിനിമ വന്നിട്ടില്ല എന്നുള്ളതാണ്. പ്രേമം തന്നൊരു ഫീല് അല്ലെ, 10 years ഓഫ് പ്രേമം. അതിനെ ഞാൻ കേട്ടിട്ടുണ്ട്, കാലം കെട്ടുപോയി പാട്ട് എഴുതിയിട്ട് തിരിച്ച് റൂമിലേക്ക് ചെല്ലുമ്പോൾ ലിറ്ററലി കാലം കെട്ടുപോയ അവസ്ഥയായിരുന്നു അതിന്റെ ലിറിക്സ് റൈറ്ററിൻ്റെത്. കോയിൻസിഡൻസ് കാര്യം. കാലം കെട്ടുപോയി എന്നുള്ള പാട്ടുകൾ നല്ല ഇതേപോലെ നല്ല മഴക്കാലത്താണ് ആ സമയം. അത് ഉണ്ടാക്കാനുള്ള നമ്മള് ഷൂട്ടിൻ്റെ ഇടയ്ക്കാണ് ഇങ്ങനൊരു പാട്ട് വേണം എന്നുള്ള തീരുമാനം ഉണ്ടാവുന്നത്. അത് വേറൊരു സിനിമയിലെ പാട്ട് അത് കണ്ട് ഇൻസ്പയർ ചെയ്തിട്ടാണ് ചെയ്തത്. അപ്പം അത് കമ്പോസ് ചെയ്തു. അങ്ങനെ ഇവൻ പാരപ്പരപ്പരാരപ്പരപ്പരാരപ്പരപ്പരപ്പര എന്നും പറഞ്ഞ് രാജേഷ് എഴുതി. അപ്പോൾ ഇത് എന്ത് ചെയ്യും? അപ്പം ഇതിൻ്റെ സാഹചര്യം നമുക്കറിയാലോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ജോർജ് പോയി, എല്ലാം തകർന്നിരിക്കുന്നൊരു സമയം. അപ്പം അതാണ് എന്നുള്ളത്. അപ്പം ആദ്യം എന്താ ചെയ്യുക, എന്താ ആദ്യത്തെ വരി എന്താ? അപ്പം ഫസ്റ്റ് എല്ലാം തകർന്നു കഴിഞ്ഞപ്പം പ്രേമം തകർന്നു. അപ്പം കാലം കെട്ടുപോയി, കോലം കെട്ടുപോയി, ഭാഗ്യരേഖ തേഞ്ഞു മാഞ്ഞു പോയി, ഇതങ്ങനെ എഴുതി. അപ്പം കൊള്ളാം, കലക്കി, ഇനി ബാക്കി നീ എഴുതിക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ എഴുതി കഴിഞ്ഞാൽ ആദ്യത്തെ സ്റ്റാൻസ് എഴുതി കഴിഞ്ഞപ്പം രാജേഷ് ഭയങ്കര ഊർജ്ജം വെച്ചിട്ട് ഇനി ഓക്കെ രണ്ടാമത്തെ സ്റ്റാൻസ് നമുക്ക് വർക്ക് ചെയ്യാം, പോയി 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 വെച്ച് വർക്ക് ചെയ്യാം എന്ന് പറഞ്ഞാൽ അങ്ങനെ കുറെ പോയി എനിക്ക് തന്നു. പോയി എല്ലാം പോയി 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 പോയി. അപ്പം കനവാ ഞാൻ നാള് നീള കണ്ടതൊക്കെ നീനവായപ്പോ താഴെ വീണുടഞ്ഞു പോയി, ഉള്ളിലുള്ളതൊക്കെ പൂത്തു നിന്നതൊക്കെ ആരാരെ കൊണ്ടുപോയി. അപ്പൊ എല്ലാം പോയിന്ന് എഴുതാൻ പറ്റില്ല, കുറച്ചൊക്കെ ഞാനിങ്ങനെ അപ്പൊ അവിടെ ഇവിടെ മാറ്റി ഞാൻ പോയിന്ന് എഴുതി. ഓക്കെ, നോക്കി നോക്കി വെച്ച മാമ്പഴം പറിച്ചെടുത്ത് മെല്ലെ ഇന്ന് കൊണ്ടുപോയി. രമണൻ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വായിക്കും. മനസ്സിലുള്ളതൊക്കെ മറച്ചു വെച്ചതൊക്കെ മരിച്ചുപോയി മണ്ണടിഞ്ഞു പോയി, കാലം കെട്ടുപോയി കോലം കെട്ടുപോയി, ഭാഗ്യരേഖ തേഞ്ഞു മാഞ്ഞു പോയി. ആ പോയി എന്നുള്ളതായിരുന്നു എൻ്റെ പഞ്ച്. പോയി, എല്ലാം പോയി, കയ്യിൽ നിന്നെല്ലാം പോയി എന്നുള്ളതായിരുന്നു എൻ്റെ പഞ്ച്. അതായിരുന്നു എനിക്കൊന്ന് ഐഡിയ. അങ്ങനെ ഒരു ദിവസം ഇരുന്ന് ഉണ്ടാക്കിയൊരു പാട്ടാണ് അത്. ആ പാട്ട് എഴുതി ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഈ ഭയങ്കര എക്സൈറ്റഡ് ആയി ഇത് ചെന്ന് പാടി കഴിഞ്ഞിട്ട് ഞാൻ രാജേഷും കൂടി അവൻ്റെ കഫേ റേസർ എന്ന് പറഞ്ഞ എൻഫീൽഡിൻ്റെ ബൈക്കുണ്ട്, അതേ ബൈക്ക് തന്നെയാണ് സീയിങ് കോൺട്ര എന്നുള്ള ഇതിൽ നമ്മൾ വെണ്ടുരുത്തി പാലത്തിന് മുമ്പിൽ വെച്ച് ഷൂട്ട് ചെയ്തത്. അതേ ബൈക്ക് തന്നെ വെച്ച് ആ ബൈക്കിൽ നേരെ പോയി അവനെ പാടി ഞങ്ങൾ ഓൾറെഡി പാടി അവനെ കേൾപ്പിച്ചു. അൽഫോൺസ് ഭയങ്കര ഹാപ്പിയാണ്. തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ അടിച്ച് കംപ്ലീറ്റ് റൂമിലെ എല്ലാ സാധനങ്ങളും അടിച്ചു. അത് ഈ പാട്ട് എഴുതി കൊണ്ടല്ല, ഇടിമിന്നൽ കൊണ്ടാണ്. ലിറ്ററലി എഴുതി ലിറിസിസ്റ്റ് അങ്ങനെ സംഭവിച്ചു. പറ്റിയെന്നുള്ള കാര്യം ഞാൻ പറയില്ല, ഞാൻ പറഞ്ഞിട്ടുണ്ട്, പറ്റിപ്പോയി. ചേച്ചി, ഈ ഓരോ സിനിമ കഴിയുമ്പോഴേ ഇപ്പം ഞാൻ കേട്ടിട്ടുണ്ട് രഞ്ജിത്തേട്ടൻ നമ്മുടെ ആ സിനിമ ഏതായിരുന്നു, പാലേരി മാണിക്യത്തിന് വിളിച്ചിട്ട് എന്റെ ചീരു നീയാണെന്ന് പറയുമ്പോ നോ എന്ന് പറഞ്ഞാണ് ആദ്യം വിട്ടത്. കോള് വെക്കുന്നു, പിറ്റേ ദിവസം വീണ്ടും കുറച്ചാൾ കഴിഞ്ഞ് പിന്നെ ഒരു മാസം നോ ഒറ്റയടിക്ക് നോ. അത് രഞ്ജിത്ത് വിളിക്കുമ്പോ അങ്ങനെ പറയുന്നു, നോ പറയുന്നു, വെക്കുന്നു, ഒരു മാസം കഴിഞ്ഞ് വീണ്ടും വിളിക്കുന്നു. അതങ്ങനെ ഒരുപാട് സിനിമകളുണ്ട്. അല്ല, നോ പറയുന്നു, നോ പറഞ്ഞു. പക്ഷെ പിന്നെ ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ അത്ര കൺവിൻസിംഗ് ആയിട്ട് എന്റെ ചീരു നീയാണ്, എനിക്ക് വേറൊരാളെ കാണാൻ പറ്റില്ല എന്ന് പറയുന്നു. പിന്നെ എനിക്ക് ഒന്നും ചോദ്യമില്ല, കാരണം അത്രയും കൺവിൻസിംഗ് ആണ് ആൾ, അത്രയും കാര്യമായിട്ട് പറയുന്നതാണ്. ചെയ്തു, സ്റ്റേറ്റ് അവാർഡ് കിട്ടുന്നു. ഇത് ആദ്യത്തെ അവാർഡ് എനിക്ക് ആവശ്യമായിരുന്നു. മമ്മൂക്കയാണ് എന്നെ 30 ഡബ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എന്നെ വിളിച്ചു പറഞ്ഞു എനിക്ക് ഉറപ്പാ സ്റ്റേറ്റ് അവാർഡ്. പിന്നെ സന്തോഷ് ശിവൻ, അങ്ങനെ കുറെ ആൾക്കാർ സിനിമ റിലീസ് ചെയ്യുന്ന മുമ്പ് എന്നെ സ്റ്റേറ്റ് അവാർഡ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. പക്ഷെ നമ്മൾ ബോംബെ ആൾക്കാർക്ക് സ്റ്റേറ്റ് അവാർഡിനോട് മുകളിൽ ഇമ്പോർട്ടൻറ്റ് ഫിലിം ഫെയർ ആണ്. ട്രൂത്താണ്, സത്യമാണ്. രഞ്ജിത്തേട്ടനോടും ചോദിച്ചോളൂ. ഞാൻ സ്റ്റേറ്റ് അവാർഡ് വാങ്ങാൻ വേണ്ടി ഇരിക്കുകയാണ്. അപ്പോൾ രഞ്ജിത്തേട്ടൻ ഉണ്ട്, മമ്മൂക്ക ഉണ്ട്, എല്ലാവരും ഉണ്ട്. പിന്നെ
ഫിലിംഫെയർ കിട്ടുമോ? അപ്പോൾ സ്റ്റേറ്റ് അവാർഡ് സ്റ്റേറ്റ് അവാർഡാണെങ്കിൽ ഓക്കെ. ഫിലിംഫെയർ കിട്ടുമോ? ഒരു 3 പ്രാവശ്യം. ഇത് നോക്കൂ ഈ കുട്ടിക്ക് എന്താ അങ്ങനെ ബിക്കോസ് ഇത് അവസാനം ഫിലിംഫെയർ അവര് മേടിച്ചു തന്നു. അല്ലല്ല മേടിച്ചല്ല, അതായത് പിന്നെ കിട്ടി. അത് കിട്ടിയപ്പോ ഞാൻ പച്ചക്കറി വാങ്ങാണ്ടായിരുന്നു ഫിലിംഫെയർ, അങ്ങനെയൊക്കെയാ ഉണ്ടായിരുന്നു. അപ്പൊ ഓരോരോ സ്റ്റോറീസ് ആണ്. ഇറ്റ്സ് ലൈക്ക് എ പക്ഷെ ഐ ഫീൽ ഒരു ഡയറക്ടറിന്റെ കൺവിക്ഷൻ ഉണ്ടെങ്കിൽ ഏത് ആർട്ടിസ്റ്റും, ബിക്കോസ് നമ്മൾ ആദ്യം നോ പറയുമ്പോൾ കൺവിൻസ് ചെയ്യണമല്ലോ എന്തുകൊണ്ട്. അല്ല ഇപ്പൊ ഞാൻ ചോദിക്കാൻ വന്ന ഈ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയല്ലോ, ഇത് അനൗൺസ് ചെയ്ത് കഴിഞ്ഞ് ഇത് അറിഞ്ഞു കഴിഞ്ഞിട്ട് രഞ്ജിത്തേട്ടൻ പിന്നെ എന്താ പറഞ്ഞ? നിന്നോട് ഞാൻ പറഞ്ഞിരുന്നു, പറഞ്ഞോ അല്ല അപ്പോഴും ഞാൻ ചോദിച്ചത് മൂപ്പരോട് ചോദിച്ചോളൂ, ഞാൻ ഫിലിംഫെയറിനെ പറ്റിയാണ് ചോദിച്ചത്. ബിക്കോസ് എനിക്കിത് ആരോടാ ഞാൻ ഈ പറയണേന്നൊക്കെ. സ്റ്റേറ്റ് അവാർഡ് കിട്ടി സന്തോഷം, പക്ഷെ ഫിലിംഫെയർ എവിടെ? തേങ്ങ കൊല. അല്ല നിങ്ങൾ ഫിലിംഫെയറിൽ അയച്ചിട്ടുണ്ടോ എന്നൊക്കെ ഞാൻ ചോദിക്കാൻ തുടങ്ങി. അപ്പൊ പറഞ്ഞു എന്താ ഈ കുട്ടിക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ട് എങ്ങനെയാണോ സംസാരിക്കുക? അങ്ങനെയൊക്കെ നടന്ന കാര്യമാണ്, സത്യമാണ് അത്. മമ്മൂക്കയെ പറ്റി പറഞ്ഞപ്പോ സ്ക്വാഡിന് ഒരു വരവും കൂടെ വരുമോ? പിന്നെ വരേണ്ടി വരും, ഒരു വരവൂടെ വരേണ്ടി വരും. ഉറപ്പായിട്ടും വരും. എന്തെങ്കിലും ഞാൻ പറയണില്ല, എന്തെങ്കിലും ഒരു ആഗ്രഹമുണ്ട്. എന്റെ ആഗ്രഹം ഞാൻ പറയുന്നത്, ആഗ്രഹം മമ്മൂക്ക ഉൾപ്പെടെ എല്ലാവർക്കും ഉണ്ട്. വരും, വരട്ടെ. സിനിമ റിലീസ് ചെയ്യാൻ നിൽക്കുകയാണ്, കാണാനിരിക്കുന്ന ആളുകളോട് എന്താണ് പറയാനുള്ളത്? അല്ല നമ്മളുടെ ചെറിയ സിനിമയാണെങ്കിലും ഇന്നൊരു വേൾഡ് വൈഡ് റിലീസ് ഒരു ചെറിയ സിനിമയ്ക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ ആസ് എ ടീം വി ആർ വെരി പ്രൗഡ്. അതിന് മനോജ് ടി യാദവ് ചെയ്ത ഒരു ഹാർഡ് വർക്കിന് സപ്പോർട്ട് ചെയ്ത് നമ്മുടെ ബാബുരാജ് ഏട്ടൻ, അപ്പോൾ MC മൂവീസ് ഡിസ്ട്രിബ്യൂഷൻ ശബരീഷും ശരത്തും രേണു എല്ലാവരും ഉണ്ടെങ്കിലും സീരിയസ്ലി ഐ എം ജസ്റ്റ് സെയിങ്, ഈ ഒരു ചെറിയ സിനിമേന്റെ മ്യൂസിക് ലോഞ്ച് ദുബായിൽ വെച്ച് 21st നടക്കുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യം. തീരെ ബിജിബാലേട്ടനാണ് ഇതിന്റെ മ്യൂസിക്. നമ്മൾ തീരെ പ്രതീക്ഷിക്കാത്ത മൂവ്മെന്റ്സ് ആണ് നടക്കുന്നത്. ആൻഡ് സൈമൾട്ടേനിയസ്ലി UK US എല്ലാം റിലീസ് ആവുന്നുണ്ട്. വി ആർ ഷോക്ഡ്. നമ്മൾ എങ്ങനെയെങ്കിലും കേരളത്തിൽ തിയേറ്ററിൽ റിലീസ് ആവണം എന്ന് വിചാരിച്ചിട്ടാണ് സിനിമ തുടങ്ങിയത്, യുനോ. പക്ഷേ ഇത് സൈമൾട്ടേനിയസ്ലി ആണ് റിലീസ് ആവുന്നത്. OTTന്റെ സംസാരം, ഐ തിങ്ക് വെരി സൂൺ വി വിൽ ഗിവ് യു എ ന്യൂസ് ഓൺ ദാറ്റ് ഓൾസോ. അപ്പം അങ്ങനെയെല്ലാം നോക്കുമ്പോൾ വി വെരി ഹാപ്പി. അപ്പോൾ ഇതുവരെയ്ക്കും നമ്മളെല്ലാവരും നിങ്ങൾ സപ്പോർട്ട് ചെയ്ത പോലെ തന്നെ July 4th നിങ്ങൾ തിയേറ്റേഴ്സിൽ പോയിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഈ ഒരു സിനിമയ്ക്ക് നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ടിൻ്റെ ഒരുപാട് ആവശ്യമുണ്ട്. ബിക്കോസ് ചെറിയ ചെറിയ സിനിമകളാണ് ഏതെങ്കിലും ഒരു ദിവസം വലുതാവുക, അല്ലേ? അങ്ങനെയാണ്. സോ ദാറ്റ്സ് ഓൾ. July 4th വോയിസ്. ഞങ്ങളൊക്കെ ചെറിയ സിനിമയിൽ തിയേറ്ററിൽ പോയി സിനിമ കാണണം. എന്തായാലും ഒരു പുതുമയുള്ള സിനിമ തന്നെ ആയിരിക്കും ജങ്കാർ. അതിൽ എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും ഫാമിലി പോയിട്ട് കാണുക തിയേറ്റേഴ്സിൽ. ഏത് ഏജ് ഗ്രൂപ്പിനും വേണമെങ്കിൽ കാണാം. ഓക്കെ, അപ്പൊ ബാക്കി ഞങ്ങൾ കണ്ടിട്ട് പറയാം. അതെ, അപ്പൊ സിനിമയെ ഇഷ്ടപ്പെടുന്ന നിങ്ങൾക്ക് 4 പേർക്കും ഒരുപാട് സിനിമകൾ കിട്ടട്ടെ. ഇനിയും നമ്മൾ ഒരുപാട് കാണട്ടെ. അപ്പൊ താങ്ക് യു സോ മച്ച് ആൻഡ് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.